ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ജബൽ ജേസ് പോവാണ് നൈറ്റ്. അതായത് യുഎയിൽ ഇപ്പോൾ വിൻ്റർ സീസണൊക്കെ തുടങ്ങി. അപ്പോൾ എല്ലാവരും ജബൽ ജേസ് പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും തീരുമാനിച്ച് നമുക്കും ജബൽ ജേസ് പോകാമായിരുന്നു. ഞങ്ങൾ റൂമിൽ നിന്ന് ഒരു 10 മണി ആകുമ്പോഴാണ് ഇറങ്ങുന്നത്. ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലിയും ഉണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സാണ്. സോ നമുക്ക് ഒരു വ്ളോഗ് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒരു വ്ളോഗ് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ വീഡിയോസും വരുന്നതായിരിക്കും. റാസൽ ഖൈമയിലെത്തി. ഞങ്ങളുടെ ഇക്കാൻ്റെ ഷോപ്പിൽ കയറിയ ആൾ ഷവർമ മേക്കറാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോ ഷവർമ ചായ ഒക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ അതൊക്കെ കഴിക്കാൻ അവിടെ കുറച്ച് നേരം ഇരുന്നു. ഇനി ഇത് കഴിഞ്ഞാൽ നേരെ ജബൽ ജേസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. കുട്ടികളൊക്കെ കാറിൽ കിടന്നിട്ട് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ജബൽ ജേസ് എത്തി. ഇനി അവരുടെ ടെൻറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം അവരിറങ്ങിയിട്ട് പിന്നെ നമ്മൾ കാറിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ കുട്ടികളെ ടെൻറ്റിൽ കിടത്തണം. എന്നിട്ട് വേണം നമ്മൾ ബാർബിക്യൂറുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ. നമ്മളെല്ലാം സെറ്റ് ചെയ്യണം, എന്നാലും നമ്മളൊന്ന് കണ്ടിരിക്കണമല്ലോ. ഇങ്ങനെ ബ്രോ ഇവിടെ കരിയൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഇത് കത്തി കിട്ടാൻ ഭയങ്കര പാടാണ്, കാരണം അതിനുള്ള ഐറ്റംസൊക്കെ വാങ്ങണം. ഈ സ്റ്റാൻഡ് ഞങ്ങൾക്ക് മാമാൻ്റെ വീട്ടിൽ നിന്ന് എടുത്തതാണ്, റാസൽ ഖൈമയിൽ തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മൾ ഗ്രില്ല് വാങ്ങിയിട്ടുണ്ടായിരുന്നു ബാർബിക്യൂ ചെയ്യാനുള്ളത്. അങ്ങനെ ഇതിനെന്തോ ജെല്ല് അങ്ങനത്തെ ഐറ്റംസൊക്കെ വേണം, എന്നാലാണ് നല്ല കത്തുള്ളൂ. അങ്ങനെ നമ്മളതൊക്കെ വാങ്ങി അവിടെ അവർ സെറ്റാക്കുന്നുണ്ട്. കുട്ടികൾ കിടന്ന് പിന്നെ ഉള്ളത് നമ്മൾ ലൈറ്റ് സെറ്റാക്കാനാണ്. അതൊന്ന് വണ്ടിയിൽ നിന്ന് തന്നെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ലൈറ്റൊക്കെ സെറ്റാക്കി നെക്സ്റ്റ് സ്റ്റെപ്പ് ബാർബിക്യൂ ചെയ്യാണ്. അതിന് കത്തിയിട്ട് വരണം. ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ചിക്കനും മസാല അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിയത് ഷാർജയിലുള്ള ഒരു കടയിൽ നിന്നാണ്. അവരെല്ലാം നമുക്ക് സെറ്റാക്കി തരും. തീ നല്ല കത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചിക്കൻ്റെ കളറൊക്കെ മാറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം ബാർബിക്യൂ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണ ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ചിക്കൻ നല്ല പാകത്തിന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ മസാല പെരി പെരിയുടെയും പെപ്പറിൻ്റെയും ആയിരുന്നു. രണ്ടും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. യെസ്, അങ്ങനെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ച് നോക്കാം, എന്നിട്ട് അടുത്തത് സെറ്റാക്കാം. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു പെരി പെരിയും അതിൻ്റെ പെപ്പറും.
നല്ല മസാലയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം ഉറങ്ങി. ഇപ്പോൾ തന്നെ സമയം 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇനി സൺറൈസ് കണ്ടിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാൻ. അങ്ങനെ സൺറൈസ് കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഭാഗ്യവശാൽ നമ്മൾ നിൽക്കുന്ന ആ സൈഡിൽ തന്നെ ആയിരുന്നു സൺറൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഇനി നമ്മൾ നാട്ടിൽ പോയിട്ട് ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.